നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ഒരു അനിഷ്ട സംഭവം ആര് വിചാരിച്ചാലും തടയാൻ കഴിയുമായിരുന്നില്ല എന്ന്. അമ്മ ധൈര്യമായിട്ടിരുന്നോ. ഏറെ ദിവസങ്ങളൊന്നും അമ്മയ്ക്കിവിടെ കഴിയാനിട വരില്ല. ജാമ്യം നേടാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മോൾ അധികം ഒന്നും വേവലാതിപ്പെടണ്ട. അമ്മയ്ക്കിവിടെ കഴിയുന്നതിലും അത്ര വലിയ സങ്കടമൊന്നുമില്ല. മുത്തശ്ശന്റെ അലോകിന്റെയും നീരജയുടെയും കാര്യം ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. നമ്മൾ ജാമ്യാപേക്ഷ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചാൽ ജാമ്യം കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഒന്നാമത്, പ്രതിക്കെതിരെ ഇന്നേവരെ ഒരു പെറ്റിക്കേസ് പോലും ഉണ്ടായിട്ടില്ല. രണ്ടാമത്, കൊല്ലപ്പെട്ടയാൾ പെൺവാണിഭക്കാരനും ബ്ലാക്ക്മെയിലറും സാമൂഹ്യ വിരുദ്ധനുമാണെന്നുള്ളതിന് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു. മൂന്നാമതായി, മകളുടെ മാനവും ജീവനും രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭത്തിൽ ഒരമ്മ ചെയ്തു പോയ കൃത്യം. ഈ ഒരു പോയിന്റ് മതി ഒരു തടസ്സമില്ലാതെ ജാമ്യം ലഭിക്കാൻ. ടൈമായി. ഓട്ടെ മോളെ. ശരി. എന്താ ഇത്? കരയല്ലേ? പോട്ടെ മോളെ. ശരണ എന്തിനാ കരയുന്നേ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. പിന്തുണയ്ക്കാൻ ആരോരും ഇല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു അമ്മയും മുത്തശ്ശനും നീരജയും. ഇങ്ങനെ വേവലാതിപ്പെടുകയൊന്നും വേണ്ട. നല്ല തന്റേടുള്ള വ്യക്തിയാണ് ശരണയുടെ അമ്മ. അസാമാന്യ മനക്കരുത്താണ് അവർക്ക്. ഞാനിങ്ങനെ ഏറെ പേരെയൊന്നും കണ്ടിട്ടില്ല. അനുഭവങ്ങളുടെ തീവ്രത കൊണ്ട് അമ്മ അങ്ങനെ ആയി മാറിയത്. വളരെ നേരത്തെ വിധവയായി മാറിയതാ എന്റെ അമ്മ. നിർബന്ധങ്ങൾ ഉണ്ടായിട്ടും മറ്റൊരു വിവാഹത്തിന് തയ്യാറാവാതെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്കായിരുന്നു. ഒരിക്കലും അമ്മയ്ക്ക് സുഖവും സന്തോഷവും ഉണ്ടായിട്ടില്ല. മനസമാധാനം വിധിച്ചിട്ടില്ല. ഇതൊക്കെ ശരണയുടെ മാത്രം സങ്കടങ്ങളല്ല. ലോകത്ത് മിക്കവാറും പേരുടെ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോ ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ജയിലിൽ വെച്ച് കണ്ടപ്പോ എന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ അമ്മ മുഴുവൻ സമയവും ശ്രമിച്ചത്. ശരിയാണ്, ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയ അമ്മ എവിടെയെങ്കിലും മാറ്റി നിർത്തണം. അനിഷ്ട സംഭവം ഉണ്ടായ വീട്ടില് ജീവിച്ച അതെപ്പോഴും ഒരു വിഭ്രാന്തിയായിരിക്കും. അത് മാത്രല്ല, നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കുത്തുവാക്കുകള് ഒരുപാട് സഹിക്കേണ്ടിയും വരും. അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. അതിനുവേണ്ടിയുള്ള ഏത് ഏർപ്പാടും ഞാൻ ചെയ്തു തരും. ധൈര്യമായിട്ടിരുന്നു. മുത്തശ്ശൻ കരയുവാണോ? ഏയ് അല്ല മോളെ, പുകയടിച്ച് കണ്ണു നിറഞ്ഞതാ. മുത്തശ്ശൻ കള്ളം പറയണ്ട. അമ്മയുടെ കാര്യം ഓർത്ത് കരഞ്ഞതാ മുത്തശ്ശൻ. എന്റെ മോളിപ്പോ ജയിലിൽ എന്തു ചെയ്യായിരിക്കും? കള്ളപ്പുള്ളികളോടും കൊലപാതകികളോടുമൊപ്പം അവൾക്ക് കഴിയേണ്ടി വരുമോ? അതോർക്കുമ്പോ ഉള്ളിലൊരു വിങ്ങല. എന്റെ സ്ഥാനത്താ അമ്മ അവിടെ കിടക്കുന്നത്.
എനിക്ക് വേണ്ടിയാ അമ്മ കുറ്റം മുഴുവൻ ഏറ്റത്. ഇത്ര വലിപ്പമുള്ള മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞില്ല. മകളെ അറിഞ്ഞുകൊണ്ട് ജയിലിലേക്ക് അയക്കാൻ ഒരമ്മയ്ക്കും കഴിയില്ല. അങ്ങനെ നന്ദിത ചിന്തിക്കുക പോലുമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ആദ്യമേ അമ്മയോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്റെ വലിയ തെറ്റ, ആപ്പില്ലാത്ത തെറ്റ്. നിനക്കിങ്ങനെ കുറ്റബോധമുണ്ടാവാനും അമ്മയെ തിരിച്ചറിയാനും കഴിഞ്ഞല്ലോ. അത് തന്നെ വലിയൊരു ആശ്വാസം. അമ്മയ്ക്ക് ജാമ്യം കിട്ടാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരൂ മുത്തശ്ശ. സ്വാമിനാഥൻ വക്കീലിനെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യം നിഷേധിക്കാനുള്ള യാതൊന്നും ഈ കേസിൽ ഇല്ലെന്നാ വക്കീല് പറഞ്ഞത്. ജാമ്യം ഉടനെ കിട്ടുമെന്ന് നമുക്ക് സമാധാനിക്കാം മോളെ. വിവേകിനെ കൊന്ന് കത്തിച്ചത് വേറെ ചിലരാ. എല്ലാ കുറ്റങ്ങളും കൂടി പോലീസ് ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചതാ. ലോകത്തുള്ള കുറ്റങ്ങളിൽ ഏറ്റവും നീച പ്രവൃത്തിയാ ബ്ലാക്ക് മെയിലിംഗ്. അവൻ ഇതുപോലെ നിരവധി പേരോട് ചെയ്തിട്ടുണ്ട്. അവരിൽ പലർക്കും അവനെ കൊല്ലണമെന്നും തോന്നിയിട്ടുണ്ടാവും. ആരോ ചിലർ അത് നടപ്പിലാക്കി. അങ്ങനെയാ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോ അവര് പിടിയിലായ നമ്മുടെ നിരപരാധിത്വം തെളിയുമല്ലേ മുത്തശ്ശ? അതെ മോളെ, അത് സംഭവിക്കും. ദൈവം നമ്മളെ കൈവിടില്ല. അമ്മ ഒന്ന് വേഗം തിരിച്ചു വന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അമ്മയുടെ അനുസരണയുള്ള നല്ല കുട്ടിയായിട്ട് ജീവിച്ച് കാണിക്കണം എനിക്ക്. ഇതുവരെ പൂഴ്ത്തി വെച്ച സ്നേഹം മുഴുവൻ അമ്മയ്ക്ക് ഞാൻ വാരിക്കോരി കൊടുക്കും. ആഹാരം ഞാൻ ഉണ്ടാക്കും മുത്തശ്ശ. മുത്തശ്ശ ഹാളിൽ പോയിരുന്നു. അത് വേണ്ട, ഞാൻ ചെയ്തോളാം മോളെ. അല്ല മുത്തശ്ശ, മുത്തശ്ശ പൊയ്ക്കോ. മോൾക്ക് ഇതുവല്ലം ശീലമുണ്ടോ? മുത്തശ്ശനെ നിങ്ങളുടെ മുത്തശ്ശിയെക്കാളും പാചക വൈദഗ്ധ്യമുള്ള ആളായിരുന്നു. അത് പണ്ടല്ലേ. മുത്തശ്ശൻ ഇപ്പൊ പൊയ്ക്കോ, ഞാൻ ചെയ്തോളാം. മോൾക്കും അലോകനം കഴിക്കാൻ വേണ്ടിയാ ഞാൻ ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങിയത്. മുത്തശ്ശനൊന്നും വേണ്ട കേട്ടോ, എനിക്ക് കഴിക്കാൻ പറ്റില്ല. നന്ദിത ജയിലില് ആ അവസ്ഥയിൽ കഴിയുമ്പോ ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് താഴോട്ടിറങ്ങില്ല. ഇത് കഴിക്ക്. ബ്രെഡ് ടോസ്റ്റും ജാമോ? എനിക്ക് വേണ്ട. നീ ഇത് കഴിക്ക്. നിനക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ? എനിക്കൊന്നും കഴിക്കണ്ട. അങ്ങനെ പറയല്ലേടാ. ചേച്ചി ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. കഴിക്ക്. ചേച്ചി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ ഉണ്ടാക്കാൻ? നിനക്ക് നല്ല വിശപ്പുണ്ടെന്ന് എനിക്കറിയാം. എനിക്കങ്ങനെ വിശപ്പൊന്നുമില്ല. എന്നാലും മോനിത് കഴിക്ക്. എനിക്ക് ബ്രെഡും ജാമും ഒന്നും വേണ്ട. പിന്നെ നിനക്ക് എന്താ വേണ്ടത് കഴിക്കാൻ? എനിക്കൊന്നും വേണ്ട. തൽക്കാലം മോനെ ഇത് കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി തന്നേന്. അമ്മ ഇവിടെ ഇല്ലല്ലോ മോനെ. നിനക്ക് അല്പം സഹിച്ചൂടെ? അമ്മ എന്തിനാ പോലീസുകാര് പിടിച്ചോണ്ടുപോയത്? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും പോയേനല്ലോ. മോനെ, നീ കരയാതെ. അമ്മ ഉടനെ വരും. എനിക്കിപ്പൊ അമ്മയെ കാണണം. ഇപ്പൊ തന്നെ കാണണം. കൊണ്ടുപോകുമോ? ഞാൻ അമ്മയോടൊപ്പം കഴിഞ്ഞോളാം. അലോകെ, നീ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ ഇങ്ങനെ കരയാൻ. ഇങ്ങനൊരു സാഹചര്യം വന്നു പോയതുകൊണ്ടല്ലേ. അമ്മ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇവിടെ ഇപ്പോ നിന്റെ കൂടെ ചേച്ചിയുണ്ട്, മുത്തശ്ശനുണ്ട്. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? മോൻ സമാധാനായിട്ടിരിക്കെ. ഞാൻ പോയി നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാം.